ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവത് കൃപയും ശാന്തിയും സമാധാനവും ഉണ്ടാകണം. നമുക്കിന്ന് ഭഗവത്ഗീത നോക്കാം മക്കളെ. അതായത് 18-ാമത്തെ അധ്യായമാണ് മോക്ഷ സന്യാസ യോഗ. നമുക്ക് ഒടുക്കം വന്നെത്തുന്നത് മോക്ഷത്തിലേക്കാണല്ലോ. അപ്പോൾ നമുക്കതൊക്കെ മനസ്സിലാക്കും. അങ്ങനെ ആയിത്തീരണം. നമുക്ക് ഒരു ത്യാഗി, ഒരു സന്യാസിയായി മാറണം. അത് നമുക്ക് തന്നെ തോന്നണം. ആർത്തി വേണം. ആരും ഉദ്ധരണിച്ച് കിട്ടേണ്ടതല്ല. നമുക്ക് തന്നെ തോന്നണം, എനിക്ക് ഒരു ഭഗവാനെ അറിയുന്ന ഒരു, അതായത് പരമാത്മാവ് എന്താ, നാം അതാണ്, അത് എല്ലാവരും പറയുന്ന നമുക്കങ്ങനെ ആയിത്തീരണം. ആ ഒരു സന്യാസത്തിലേക്ക് നമുക്കും പോകണം. അത് സത്വഗുണം കൊണ്ട് വരുന്നവർ മാത്രം ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് ഇവിടെ ഭഗവത്ഗീത എടുത്ത് വായിക്കുന്നവർക്ക് എന്തായാലും ചിന്തിക്കാം. ആർത്തി ഉണ്ടെങ്കിൽ തൃപ്തിപ്പെടുത്തും ഭഗവാൻ. അതുകൊണ്ട് നമുക്ക് 18 അധ്യായ മോക്ഷ സന്യാസ യോഗ, അതിൻ്റെ 18-ാമത്തെ അധ്യായമാണ്. അതിൽ 9-ാമത്തെ ശ്ലോകം വരെ നമ്മൾ വായിച്ചായിരുന്നു. അതായത് ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ രീതികളെ പറ്റി, താമസം ഉള്ളവരും രാജസം ഉള്ളവരും സാത്വികമുള്ള, ഇങ്ങനെ 3 തരക്കാർക്ക് ഓരോ കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെതാണ് നമ്മൾ മനസ്സിലാക്കി. ഒടുക്കം എന്താ വായിച്ചത്? അതായത് താമസത്തിൻ്റെ അത് പറയുന്നു, നിത്യമായ കർമ്മം, അത്യാവശ്യം വിധിച്ചിട്ടുള്ള കർമ്മത്തെ ഉപേക്ഷിക്കരുതേ. അങ്ങനെ ഉപേക്ഷിക്കുന്നെങ്കിൽ എന്താ? അത് അജ്ഞാനം കൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടാണ്. ആ അറിവില്ലായ്മയ്ക്കാണ് ഇവിടെ താമസം എന്ന് പറയാം. അറിഞ്ഞുകൂടാ, അവർക്ക് അറിയണം താല്പര്യവുമില്ല. അങ്ങനെ അങ്ങ് ഈ മൃഗങ്ങളെ പോലെ എന്താണ്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാ, ഇങ്ങനെ അങ്ങ് പോകാം, ഇതിനെപ്പറ്റി യാതൊരു ചിന്തയോ അറിയണോ താല്പര്യമില്ല. എന്നാലല്ലേ അജ്ഞാനം മാറും. അപ്പം അജ്ഞാനികളുടെ രീതിയാണ് താമസം. അവർക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ എന്താണെന്നും ഇല്ല, ചെയ്യേണ്ടതും ഇല്ല, ഒന്നുമില്ല. എന്നാലോ രാജസം എങ്ങനെ നമ്മൾ വായിച്ചത്? കർമ്മ അനുഷ്ഠാനം ക്ലേശകരമാണെന്ന് കരുതി ചെയ്യത്തില്ല. ഇത് വലിയ പാടാ, എനിക്കിതൊന്നും കഴിയത്തില്ല ചെയ്യാൻ, ഇത് ഇച്ചിരി ജോലിപ്പാടാ, എങ്ങനെ ഇത് ചെയ്യും, അങ്ങനെ ഒരു ഇങ്ങനെ ആ ത്യാഗമൊന്നും എനിക്ക് വയ്യ എന്നുള്ള രീതിയിൽ ത്യാഗഫലം ലഭിക്കുന്നുമില്ല. എങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടും. എനിക്കിതിപ്പോൾ ക്ലേശമാണെന്ന് കരുതി, ശരീരത്തിന് ഇതൊക്കെ ക്ലേശമാണ്, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, എന്നാലും അങ്ങ് ചെയ്യും. ചിലപ്പോൾ ചെയ്തും പോകും. അപ്പോൾ മറ്റതാണെങ്കിൽ ചെയ്യത്തില്ല, താമസം. ഇത് ചെയ്യും. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വേണോ വേണ്ടേ, ഇത് എന്തിനാ ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നത്, എൻ്റെ ദേഹത്തിനൊക്കെ ക്ലേശമല്ലേ എന്ന്. നമ്മുടെ വീട്ടിൽ നമുക്ക് തന്നെ അറിയാം. ഒത്തിരി മക്കളൊക്കെ 2-3 മക്കളുണ്ടെങ്കിൽ 3 മക്കൾക്ക് 3 സ്വഭാവമാണ്. ഒരു കുഞ്ഞിനോട് പറയും മക്കളെ അത് ചെയ്യും, അത് ചിന്തിക്കത്തേ ഇല്ല, അറിഞ്ഞുകൂടാ, അവർക്കത് ചെയ്യണമെന്ന് താല്പര്യമില്ല, അറിയുകയും വേണ്ട. അപ്പോഴത് താമസം. എന്നാൽ ഒരു കുട്ടിയാണെങ്കിൽ ഞാനിപ്പോൾ അമ്മ ഇതൊക്കെ ചെയ്യുന്നത് എനിക്ക് ശരീരത്തിന് വയ്യ എന്നും പറഞ്ഞിരിക്കും. അങ്ങനെ എന്നാൽ അത് കഷ്ടപ്പെട്ടെങ്കിൽ അങ്ങ് ചെയ്യും. അത് രാജസത്യാഗം. അപ്പോൾ താമസത്യാഗവും ഇവിടെ രാജസത്യാഗവും ആയി. എന്നാൽ ഇതിനൊക്കെ ഇങ്ങനെ ചെയ്ത ത്യാഗഫലം ലഭിക്കത്തൊന്നുമില്ല. എന്നാൽ അടുത്ത എന്താണ്? സാത്വിക ത്യാഗം. അത് നമ്മൾ ഒടുക്കം എന്താ വായിച്ചത്? കാര്യമിത്യേവയൽ കർമ്മ നിയതം ക്രിയതേ അർജുന സംഘം ത്യക്ത്വാ ഫലം ചൈവ സത്യാഗ സാത്വികോ മത. സാത്വിക ത്യാഗം അല്ലയോ അർജുന, ഇത് തൻ്റെ കർത്തവ്യമാണെന്ന് നിശ്ചയിച്ചിട്ട്, അതാണ് നമുക്ക്, ഇതാണ് സത്യത്തിൽ വേണ്ടത്. നമ്മളെ കർത്തവ്യമാണ്. മറ്റാർക്കും ആ ജോലി വിട്ടു കൊടുക്കത്ത് പോലുമില്ല. കാരണം നമുക്ക് തന്നെ ചെയ്യണം. ഒരു വീട്ടിലൊരു കറി തന്നെ വെക്കുന്നതാവട്ടെ, ആ കറി വെക്കുന്നത് എനിക്ക് തന്നെ ചെയ്യണം, എന്നാലേ അതിനത്ര സ്വാദുണ്ടാവൂ. അതെൻ്റെ കർമ്മമാണ്, എൻ്റെ കടമയാണ്. ഞാൻ ചെയ്യാതിരുന്നാൽ മറ്റാരെങ്കിലും അത് ഏൽപ്പിച്ചാലോ അത് കുളമാക്കി കളയും. നമ്മൾ പറയില്ലേ, അതിന്ന് പോക്ക. എന്താ കാരണം? നമ്മൾ തന്നെ ചെയ്യണം, നമ്മുടെ കടമയാണ്. അത്ര ഉറപ്പാണ് ഒരു സാത്വികന്. അതുപോലെയാണ് ഭഗവത് കാര്യങ്ങളായാലും. സന്ധ്യാസമയത്ത് മറ്റാരെയും ഏൽപ്പിക്കത്തില്ല. മക്കളെ നീ അത് ചെയ്യുക, വിളക്ക് കത്തിക്കുക, ഒന്നും ഏൽപ്പിക്കല. ഒരു യഥാർത്ഥ സാത്വികയായ ഒരു സന്യാസി, ഒരു ത്യാഗി. കാരണം അത് സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പോൾ പുരുഷൻ എന്താണ്, അദ്ദേഹത്തിന് ചില കർമ്മങ്ങളുണ്ട്, അത് അദ്ദേഹം ചെയ്യണം. ഒരു സ്ത്രീക്കാണെങ്കിലോ നമ്മൾ ഗൃഹനാഥയാണ്, നമുക്ക് അത്രത്തോളം ഭഗവാനോടുള്ള കടപ്പാട് ഞാൻ തന്നെ, എനിക്കെന്നെ ചെയ്യണം. അതാണ് എൻ്റെ നിർവൃതി, എൻ്റെ അനുഭൂതി. എനിക്കത് സത്യത്തിൽ അതെന്താണ്, ഒരു നിർവൃതിയാണ്. ഭഗവാനെ ആരാധിക്കുക, വിളക്ക് കത്തിക്കുക, അത് സമയത്തിൽ ചെയ്യുക, ആരും ഉദ്ധരണിക്കണ്ട, അതെൻ്റെ കടമയാണ്.
അങ്ങനെ ചില കുട്ടികളും അത് മനസ്സിലാക്കി വൈകുന്നേരം ആകുമ്പോഴേ കുട്ടികൾ പുഷ്പമിറക്കാൻ പോകുന്നു, മാല കെട്ടുന്നു, ഭഗവാൻ അർച്ചിക്ക മാല ചാർത്താൻ. എന്തൊക്കെയാ ചില കുട്ടികൾ കാണിക്കുക? എന്താ കാരണം? അത് അവിടെ സന്തോഷം, അത് സാത്വിക ജ്ഞാനിയാ കുട്ടിയാ. വളർന്നു നല്ല ത്യാഗിയായി മാറും. നമുക്ക് ചെറുപ്പത്തിലേ ഇങ്ങനെയുള്ള കുട്ടികളാകുമ്പോൾ മനസ്സിലാകും. അവിടെ അവർ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് വീട്ടുകാരിയോ ഒരു മുറ്റം തൂക്കുന്നതായാലും, എൻ്റെ അച്ഛൻ എന്നെ കൊണ്ട് മുറ്റം തൂക്കിപ്പിക്കുമ്പോൾ പറയും, മക്കളെ നുള്ളിയിട്ട് അടിക്കണമെന്ന് പറയും. ഞാൻ വിചാരിക്കും ആരെ നുള്ളണം? എന്താ കാര്യം അച്ഛൻ പറയാ? മുറ്റം തൂക്കുന്നെന്ന് നമ്മൾ പറയുന്നെങ്കിൽ അടിക്കുക, മുറ്റം അടിക്കുക, തൂക്കുക, പക്ഷെ നുള്ളിയിട്ട് വേണം. എന്ത് നുള്ളുന്നേ? ഒരു പുല്ല് കണ്ടാൽ, ഒരു പോച്ചയൊക്കെ നിൽക്കുമല്ലോ, അത് നുള്ളിയിട്ട് അടിക്കണം, തൂക്കണം. എവിടെ നിൽക്കുന്നതൊക്കെ തുള്ളിക്കളയിട്ട് തൂക്കണം. ഇതാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ അന്നേ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അങ്ങനെ വീട്ടുകാര്യമായാലും മറ്റു ജോലികളായാലും എല്ലാം നമ്മുടെ കടപ്പാടാണ്. ആര് ചിന്തിക്കുന്നു? താമസക്കാരനും രാജസക്കാരനും അല്ല ചിന്തിക്കുന്നത്. സാത്വികമായ ഒരു ജ്ഞാനി അവരുടെ ലക്ഷണമായത് എൻ്റെ കടമയാണ്. ഈ സന്ധ്യ ആകുന്നതിന് മുമ്പേ എനിക്ക് ഭഗവാനെ ആരാധിക്കണം, ദീപം തെളിക്കണം, അതിൽ കൂടി നിർവൃതി അടയണം, ആനന്ദിക്കണം, പരമാത്മാവിലെ ലയിച്ച് നമുക്ക് സന്തോഷം ആനന്ദം അനുഭവിക്കണം എന്നുള്ള ചിന്ത ആർക്കുണ്ട്? അവരൊക്കെയാണ് ആ കടമ. അത് മറ്റൊന്നിനും വേണ്ടിയല്ല. ചിലർ ഭഗവാനെ ധ്യാനിക്കും, ഭഗവാനെ കുട്ടിക്ക് ഇന്ന രോഗം അല്ലെങ്കിൽ കുട്ടിക്ക് ജോലിയില്ല, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി, വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വേറൊരു രീതിയാണ്. ഈ ത്യാഗി എന്ന് പറയുന്ന ഫലം ആഗ്രഹിക്കാതെ ഒരു ഫലത്തിലും അല്ല ഈ യഥാർത്ഥമായ ഒരു സന്യാസി, ഒരു ത്യാഗി തൻ്റെ കടമ നിർവഹിക്കുന്നത്. ഒന്നിനും വേണ്ട, നമ്മുടെ ഉള്ളത്തിൻ്റെ ആനന്ദ ലഹരിക്ക് വേണ്ടിയാണ്. അത് ആർക്കും വേണ്ടി ഒന്നിനോ അല്ല. അവരവരുടെ ഉള്ളത്തിൽ തന്നെയാണ് പരബ്രഹ്മം. ആ പരമാത്മാവിൽ ലയം പ്രാപിക്കുക, ആത്മാവിൽ രമിക്കുക, ആനന്ദിക്കുക, ആത്മാരാമനായി തീരുക. അതാണ് കടമ. അതാണ് എന്ത് ചെയ്യുമ്പോഴും അത് അതിൻ്റെതായ ഒരു പ്രത്യേകത ഒരു സാത്വികനെ പറഞ്ഞുള്ള ഒരു ത്യാഗിക്ക്, ഒരു സന്യാസിക്ക്. അതാണ് നമ്മൾ കൊടുക്കാൻ നമ്മൾ വായിച്ച് നിർത്തിയത്. നമുക്കിന്ന് 10ാമത്തെ ശ്ലോകം വായിക്കാം. തൊണ്ടയ്ക്കകത്ത് കഫം കിടന്നുകൊണ്ട് വ്യക്തമാകുന്നില്ലെന്ന് എനിക്കറിയാം. ഇങ്ങനെ അത് അങ്ങോട്ടും പോവില്ല, അവിടെ തന്നെ ഇരിക്കും. അത് എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ തിന്നുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. എനിക്ക് ഇന്ന് കഴിക്കാതിരിക്കാൻ പറ്റുമോ? എന്തൊക്കെ കഴിക്കാതിരിക്കാൻ നോക്കാം? എന്തെങ്കിലും വേണ്ട കഴിക്കണ്ടായോ? നമുക്ക് 10ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയാ? കുശലം കർമ്മ കുശലേനാനുഷജ്ജതേ ത്യാഗി സത്വസമാവിഷ്ടോ മേധാവി ചിഹ്ന സംശയ. സാത്വികമായ ആത്മബോധമുള്ളവന്, സാത്വികമായ ആൾക്കാർക്ക് ആത്മബോധം ഉണ്ടാകും. രാജസനും താമസനും ഉണ്ടാവില്ല. നല്ല സത്വത്തിലെ സത്വത്തെ കൊണ്ട് ഹനിച്ച് യഥാർത്ഥമായൊരു ജ്ഞാനിയായിരിക്കുന്ന ഒരു സന്യാസി, അത് സാത്വത്തിൽ നിന്ന് ഉയർന്ന് വരുന്നയാളാണ് ആത്മബോധമുള്ളത്. ആത്മബോധം ഒഴിച്ച് നമ്മൾ പറയില്ലയോ, ഇന്നാർക്ക് ആത്മബോധം ഉണ്ടായി എന്ന് പറയില്ലേ? അതുപോലെ ഇവിടെ ആത്മബോധം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാത്വികന് എന്ത് വരുന്നു? യാതൊരുവിധ സംശയങ്ങളും ഉണ്ടാകയില്ല. അവൻ ത്യാഗിയാണ്. എങ്ങനെ ത്യാഗിയാകുന്നു? വെറുതെ ജനിച്ചപ്പോഴേ അങ്ങ് ത്യാഗിയല്ല. എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിച്ച് നന്മയും തിന്മയും ഒക്കെ കടന്ന് കല്ലും മുള്ളും നിറഞ്ഞ ജീവിതത്തിൽ കൂടി തന്നെ മുന്നോട്ട് പോയി വരുമ്പോൾ ഇതൊക്കെ പഠിച്ചിരിക്കും. എന്തെല്ലാം ഈ ലോകത്തുണ്ട്, അതൊക്കെ ഒരുപാട് അറിവുകളുണ്ടാകും. എല്ലാത്തിനും ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ കാണും. എന്താ കാരണം? അങ്ങനെയുള്ള ആളിനടുത്ത് ഒന്നിനും ഉത്തരം മുട്ടത്തില്ല. ഇന്ന് ചോദ്യം കൊണ്ട് നിറഞ്ഞൊരു ലോകമായത്. സംശയങ്ങളാണ്. സംശയം മാറണമെങ്കിൽ ഒരു ത്യാഗി, ഒരു സന്യാസി ആകുമ്പോൾ അദ്ദേഹത്തിന് എല്ലാ സംശയങ്ങളും മാറും. അതുവരെ നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും. എന്ത് സംശയങ്ങളാണ്! എവിടെ പോയാലും ഒരു സന്യാസിയോ ഒരു സ്വാമിയൊക്കെ കാണുമ്പോൾ എന്തെല്ലാം ചോദ്യങ്ങളാണ് ഒരു ചോദിക്കുന്നത്. എല്ലാത്തിനും ഉത്തരം കിട്ടും. അതുകൊണ്ട് സംശയങ്ങളില്ലാത്തൊരാളാണ് ഈ ത്യാഗി. അതുകൊണ്ട് എന്ത് വരുന്നു? ഇങ്ങനെയുള്ള ത്യാഗി മംഗളകർമ്മം കണ്ടാലും അമംഗളമായുള്ള കർമ്മങ്ങൾ കണ്ടാലും അദ്ദേഹത്തിന് സമദൃഷ്ടിയ. ഒന്നിലും നന്മ കണ്ടെന്ന് കരുതി അദ്ദേഹത്തിൻ്റെ മുഖത്തിന് ഒരു സന്തോഷമോ ഇല്ല. എന്നാലോ തിന്മ പ്രവർത്തിക്കുന്നത് കണ്ടാലോ അത് മംഗളോ അമംഗളോ, നല്ല കാര്യങ്ങൾ കണ്ടെന്നും പറഞ്ഞൊരു പ്രത്യേകതയില്ല. അതിൽ സന്തോഷമില്ല, ആനന്ദമില്ല. എന്നാലോ തിന്മയാണോ ഒരു കൊല്ലുന്നത് കണ്ടുകൊണ്ട് വന്നാലും അദ്ദേഹത്തിന് യാതൊരു ഭേദവുമില്ല, അതിൽ ദേഷിക്കുന്നുമില്ല. രണ്ടും ഈ ലോകത്തിൻ്റെ അവസ്ഥയാണെന്ന് ഒരു ജ്ഞാനിക്കറിയാം. ഈ ജ്ഞാനി എന്ന് വെച്ചാൽ എന്താ? ത്യാഗി. അദ്ദേഹം ഇതൊക്കെ ഈ ലോകം
ഈ ചോദ്യ ഉത്തരങ്ങൾ കൊണ്ടും നന്മ തിന്മകൾ കൊണ്ടും നിറഞ്ഞൊരു ഒരു പ്രപഞ്ചമാണ് ഈ അഖണ്ഡം. അങ്ങനെയാണെന്ന് ഇത് ബുദ്ധിശാലിയായ ഈ ജ്ഞാനിക്കറിയാം, ത്യാഗിക്കറിയാം. ബുദ്ധിശാലി വെച്ചാൽ നല്ല വിവരമാണ്. ബുദ്ധി കൊണ്ട് ഇതൊക്കെ ഈ സംശയങ്ങളെല്ലാം ദൂരീകരിച്ച ആളുമാണ്. എന്താ സംശയങ്ങൾ ദൂരീകരിക്കുന്നത്? ഒന്നിലും സംശയമില്ല. എന്തിനാ അയാൾ അതിനെ കൊല്ലുന്നെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം കർമ്മമാണ്. ഇതൊക്കെ ഇവരുടെ നിയമങ്ങളാണ്. ഈ പ്രകൃതി ഇതെല്ലാം ഉണ്ട്. അല്ലെങ്കിൽ ആ സംശയം ഇല്ലാത്ത ഒരാളാണെങ്കിൽ കണിശാണ് ചോദിക്കും, എന്താണ് നീ അയാളെ ഇങ്ങനെ അടിക്കുന്നേ അല്ലെങ്കിൽ ഇങ്ങനെ കൊല്ല ചെയ്യുന്നതെന്ന് ചോദിക്കും. ഈ സംശയം മാറിയ ആളാണ് ഈ ത്യാഗി. എന്താണ് സംശയം മാറാൻ കാരണം? ഒന്നുകിൽ ഇയാൾ കഴിഞ്ഞ ജന്മത്തെ ഈ ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി ജനിച്ചവനാ, കടം വീട്ടാൻ വന്നവനാ, കർമ്മഫലം. ഇപ്പം ഞാൻ ഇത് ചെയ്യുന്നെങ്കിൽ എൻ്റെ കർമ്മഫലമാണ്. ഇവിടെ സംശയം ആർക്കുണ്ടാകും? ഒരു ത്യാഗിക്കുണ്ടാവില്ല. കുട്ടി നീ എന്തിനാ, അല്ലെങ്കിൽ ഈ പെണ്ണുപിള്ളേ നീ എന്തിനാ ഇതിങ്ങനെ ചെയ്യുന്ന ഒരു അറിവുള്ളവൻ ചോദിക്കില്ല. അറിവില്ലാത്തൊരു ചോദിക്കും, ഇയാൾക്കത് പറ്റുമെന്നല്ല വല്യമ്മേ, നിങ്ങളങ്ങ് കള എന്ന് പറയും. എന്താ? അറിവില്ല. ഇത് എന്തിനാ ഇത് എടുക്കുന്നത്? അറിവില്ല. അറിവുള്ള ജ്ഞാനിക്ക് സംശയമില്ല. ആ ത്യാഗിക്ക് അറിയാം ഇത് കഴിഞ്ഞ ജന്മവാസനയാണെന്ന് അറിയാം. വിവരമുണ്ട്, ബുദ്ധിയുണ്ട്, സംശയമില്ല. അതുകൊണ്ട് ചോദിക്കേണ്ട കാര്യമില്ല. അതുപോലെ ഒരുത്തനെ അടിച്ചു കൊല്ലുന്നത് കണ്ടാൽ ഒരു ത്യാഗിക്ക് ചോദിക്കേണ്ട കാര്യമില്ല. ഒന്നുകിൽ കഴിഞ്ഞ ജന്മം ഇതിൻ്റെ തിരിച്ച് ഇയാൾ വക വരുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പം നേരെ തിരിച്ച് ചെയ്യുന്നു, അതിനുവേണ്ടി ജനിച്ചു വന്നു. പിന്നെ ചോദിക്കേണ്ട കാര്യം എന്താ? സംശയം നീങ്ങിയില്ലേ? ഇങ്ങനെയുള്ള ത്യാഗിക്ക് ഒരു സന്യാസിക്ക് സംശയമില്ല. എന്നാലല്ലേ ചോദിക്കേണ്ട കാര്യമുള്ളൂ. അവിടെ നിന്ന് പിടിച്ചു മാറ്റേണ്ട കാര്യവുമില്ല. കർമ്മവാസന എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ സംഭവിച്ചോളും. അവിടെ ചോദിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പോൾ അഥവാ കഴിഞ്ഞ ജന്മവാസന അല്ലേ ഇപ്പം ചെയ്യുന്ന കർമ്മമാണോ? അതിനും ഉപാധിയുണ്ട്. ഈ ചെയ്യുന്ന ആൾ തന്നെ അടുത്ത ജന്മം ഈ ചത്തവൻ ഇപ്പോൾ ഒരാളെ കൊന്ന്, അപ്പം മരിച്ചു പോയപ്പം അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അയാൾ ചിന്തിക്കും, നിനക്ക് ഞാൻ പകരം വീട്ടുമെടാ, നീ നോക്കിക്കോ. അങ്ങനെയാണ് ദേഹം വെടിയുന്നത്. നോക്കിക്കോ എന്ന് പറഞ്ഞ വാക്ക് മതി. അടുത്ത ജന്മം ഉടനെ ജനിച്ചു വരും. ജനിച്ചു വരുമ്പോൾ ഈ കൊല്ലുന്ന ആൾ ചിലപ്പോൾ ചത്തില്ലെന്നും ഇരിക്കും. ആ സമയത്ത് ഇവൻ 10, 18, 19, 20 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല തൻ്റെ അടുത്തോടി വരും. അന്ന് പകരം അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല ചെയ്യുന്നത്. പക്ഷേ ഈ ഇന്ന് കൊന്നവൻ എന്ത് വരും? മരിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവനവിടെ വയസ്സായി കൊല്ലുന്ന സമയത്ത് 20, 25 വയസ്സുണ്ടെങ്കിൽ മറ്റവന് ജനിച്ച് ഒരു 25 വയസ്സാകുമ്പോഴത്തേക്ക് ഇവന് 40, 50 ഒക്കെ ആകും. അപ്പോൾ പകരം വീട്ടാൽ അന്നേരം അത് പോരെ. ഇത് ആർക്കറിയാം? ഈ സന്യാസിക്ക് അറിയാം. ഒന്നുകിൽ കഴിഞ്ഞ ജന്മവാസന കർമ്മം, ആ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ വന്നു, ചെയ്യുന്നു, അനുഭവിക്കുന്നു. ആർക്ക് ഛേദം? അവൻ്റെ വാസന ഗുണങ്ങൾ. അതല്ലെങ്കിൽ അടുത്ത ജന്മം അത് പകം വീട്ടിക്കോളും, നിനക്ക് ഞാൻ തരുമടാ എന്നും പറഞ്ഞാണ് ആ മരിക്കുന്നവൻ. അവൻ നേരെ തിരിച്ച് ജനിച്ചു വരുമ്പോൾ തിരിച്ചിങ്ങോട്ട് ചെയ്യും. ഇത് നന്നായി ബുദ്ധിയുണ്ട്. ആർക്കാണ്? ഈ സന്യാസിക്ക്. ഇതൊക്കെ പഠിച്ച ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് സംശയമില്ല. എല്ലാ സംശയങ്ങളും ദൂരീകരിച്ച ബുദ്ധിമാനാണ്. അതുകൊണ്ട് തടസ്സം പിടിക്കാൻ പോകേണ്ട കാര്യമില്ല. അതുമല്ല, ഈ സന്യാസിക്ക് അതിൻ്റെ ആവശ്യമില്ല. ത്യാഗിയ. ഒരു കർമ്മവും ചെയ്യേണ്ടതായിട്ടില്ല. എല്ലാത്തിനും വിരമിച്ച ആളാണ്. ഇന്ദ്രിയങ്ങളെ വധിച്ച ആളാണ്. മനസ്സിനെ വധിച്ച ആളാണ്. എങ്ങനെ വധിച്ചു? യോഗാഗ്നിയിൽ, തപസ്സിൽ കൂടി ഇന്ദ്രിയങ്ങളെ മൊത്തവും വധിച്ചു, മനസ്സിനെയും വധിച്ചു. അതായത് യാഗാഗ്നിയിൽ നമ്മൾ പശുവിനെ കുരുതി കൊടുക്കുമെന്ന് പറയുന്നത് മനസ്സാകുന്ന അതാണ് പശു. ഏത് യാഗാഗ്നി? യോഗി എന്താണ്? യോഗമായി ചെയ്യുന്ന തപസ്സിൽ കൂടുന്ന ആ അഗ്നി, ആ യോഗാഗ്നിയിൽ നമ്മുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളിലും വധിച്ച ആളിന് അവിടെ കർമ്മം ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല, വികാരമില്ല. കാരണം ബ്രഹ്മമായി മാറിക്കഴിഞ്ഞ ആളാണ് ഈ സന്യാസി. അവർക്ക് ഒരാളവിടെ അടികൂടുന്ന കണ്ടുകൊണ്ട് ചെല്ലേണ്ട കാര്യമില്ല. കർമ്മത്തിന് വിരമിച്ചു കണ്ടതുപോലും ഇല്ല. കാരണം എന്താ കാണാത്തത്? മനസ്സ് അവിടെങ്ങും ഇല്ല. മനസ്സിനെ വധിച്ചു കഴിഞ്ഞു. അത് ബ്രഹ്മമായി ലയിച്ചു കഴിഞ്ഞു ആ മനസ്സ്. അപ്പം മനസ്സില്ലാത്തത്തോളം കാലം എങ്ങനെ കണ്ടു? ഈ അടിക്കുന്ന ആളിനെയും ചാവുന്ന ആളിനെയും കാണത്തില്ല. കണ്ണുകൊണ്ട് കണ്ടാലും മനസ്സ് ചെന്നെങ്കിലേ അവിടെ ഇന്നത് ചെയ്യുന്നെന്ന് പതിയത്തുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എല്ലാം സമദൃഷ്ടി നമ്മൾ പറയാം. എന്താ? കണ്ടോണ്ടിങ്ങനെ പോയാലും മനസ്സില്ലാത്തതെങ്കിൽ ആ കർമ്മം ചെയ്ത് അറിയത്തില്ല. എന്ത് കർമ്മമാ ചെയ്തെന്ന് ഈ ആൾ അറിയുന്നില്ല. അത് മരണപ്പെടുന്നെന്നോ ജീവിക്കുന്നോ അടിക്കുന്നോ ഒന്നും ചിന്തിക്കാൻ എന്തില്ല. മനസ്സിനെ വധിച്ചതുകൊണ്ട് ആ പ്രവൃത്തി അദ്ദേഹം അറിയുന്നില്ല. എല്ലാം സമദൃഷ്ടിയാണ്.
സർവ്വതും ഒരേ രീതിയിലേ കാണത്തുള്ളൂ. നന്മ തിന്മകളെ വേർതിരിക്കാനുള്ള ദൃഷ്ടിയോ ഈ ഇന്ദ്രിയങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ മനസ്സോ ഒന്നും അദ്ദേഹത്തിനില്ല. യോഗാഗ്നിയിൽ തന്നെ സർവ്വതും വധിച്ചു കഴിഞ്ഞു. പിന്നെ ദേഹം ഇങ്ങനെ ഈ ബ്രഹ്മമായി മാറിയ ഈ വ്യക്തതയും കൊണ്ട് നടക്കുന്നൊരു ദേഹം എന്നേ ഉള്ളൂ. ദേഹത്തിന് എന്തെങ്കിലും കർമ്മങ്ങളുണ്ടെങ്കിൽ ചെയ്യുന്നത് മാത്രം. വിശക്കുന്നെങ്കിൽ ആരെങ്കിലും കൊടുക്കുന്നെങ്കിലും മുമ്പിൽ കൊണ്ടുവെക്കുന്നതിന് കഴിക്കും. കർമ്മം ചെയ്യണം, ആരോഗ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഫലം ആഗ്രഹിക്കാതെ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യും. അതാണ് ഒരു സന്യാസി ചെയ്യുന്നത്. അല്ലാതെ അവിടെ നന്മയെ വേർതിരിക്കാനോ തിന്മയെ വേർതിരിക്കാനോ ഈ സന്യാസിക്ക് കഴിയത്തില്ല. കാരണം പരമാത്മാവിൻ്റെ ജോലി അതല്ല. പരമാത്മാവിന് അരൂപിയാണ്, രൂപമില്ല, വികാരമില്ല. ആര് ചത്തെന്നോ ആരെ അടിച്ചെന്നോ ഒന്നും ഒരു കർമ്മത്തിലേക്കും പോകുന്ന ആളല്ല പരബ്രഹ്മം. വികാരമില്ലാത്ത ശരീരമില്ലാത്ത ഒരു നിഷ്കള പരബ്രഹ്മമാണ്. അതായി മാറുകയാണ് ഈ സന്യാസി. അപ്പോൾ സന്യാസിക്കും എന്താണ് പ്രവൃത്തി? ആ പരബ്രഹ്മത്തിൻ്റെ പ്രവൃത്തിയെ ഇദ്ദേഹത്തിലും ഉള്ളു. പിന്നെ ശരീരം ഉണ്ടെന്ന് മാത്രം. ശരീരത്തിന് ബോധവുമില്ല. ശരീരത്തിന് എന്ത് ഉടുത്തെന്നോ എന്ത് കുടിച്ചെന്നുള്ള ചിന്തയൊന്നും ഇല്ല. കാരണം മനസ്സില്ലല്ലോ. എന്തെങ്കിലും ആരെങ്കിലും കൊണ്ട് കൊടുക്കുന്നേ കഴിക്കും കാലിനും ആരോഗ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യും. എന്തിനു വേണ്ടിയാ? വെറുതെ എന്തെങ്കിലും കണ്ടതും കേട്ടതും ചെയ്യുന്നോണ്ടിരിക്കും. അത് വെറുതെ ഒരു ചെയ്യുവനെന്നേ ഉള്ളൂ. അല്ലെ ഒരു കാര്യസാധ്യത്തിനോ ഒരു ഫലത്തിനോ ആഗ്രഹിച്ചല്ല ചെയ്യുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ ത്യാഗിക്ക് എന്ത് വരുന്നു? മംഗളകർമ്മം കണ്ടാലും അത് വെറുപ്പുമില്ല. അത് മംഗളകർമ്മം കണ്ടാൽ അതിലോട്ട് സ്നേഹം, അതിനകത്ത് സന്തോഷവുമില്ല. അമംഗളം കൊള്ളരാത്തൊരു കർമ്മം ചെയ്തെന്ന് പറഞ്ഞാൽ അത് ദേഷ്യവുമില്ല ഈ സന്യാസിക്ക്. അതെന്താ കാരണം? സർവം എല്ലാ സംശയങ്ങളും നീങ്ങിയവനാണ്, ബുദ്ധിശാലിയാണ്. ഇതൊക്കെ ഈ ലോകത്തിൻ്റെ ചിട്ടവട്ടങ്ങളാണെന്നൊക്കെ പഠിച്ച് വന്നയാളാ. നന്മ തിന്മകളൊക്കെ കണ്ടതും കേട്ടതും കല്ലും മുള്ളും നിറഞ്ഞ ഈ ജീവിതത്തിൽ കൂടി കടന്നു പോയി എല്ലാം പഠിച്ച് ഗുണപ്പെട്ട് വന്ന് എല്ലാത്തിൽ നിന്നും വിരമിച്ച് ത്യാഗിയായ ആളാണ് സന്യാസി. പിന്നെ ആ സന്യാസിക്ക് ഇതെന്താ കണ്ടിട്ട്? മനസ്സില്ലാത്ത ആളിന് എന്ത് കണ്ടിട്ട് കാര്യം? അവിടെ മനസ്സൊന്നും വധിച്ച ആളല്ലേ. ഒരു മനസ്സോ ഇന്ദ്രിയങ്ങളോ ഒന്നുമില്ല. ഒരു നിഷ്കള ബ്രഹ്മത്തെ പോലെ തന്നെയാണ് ഈ സന്യാസിയും. പരമാത്മാ നിഷ്കള പരബ്രഹ്മമാണെങ്കിൽ അത് തന്നെയാണ് ഈ സന്യാസിയും. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാത്തിൽ നിന്നും കടന്നാണ് അങ്ങനെ എത്തിയത്. വെറുതെ അങ്ങ് ബോധോദയം വന്ന ആളല്ല. ഇതൊക്കെ തന്നെ മനസ്സിലാക്കി പഠിച്ച് ഈ ഭഗവത്ഗീതയും ഭാഗവതവും എന്താണല്ലോ പറഞ്ഞേക്കുന്നത് ഇതൊക്കെ നന്നായി കൈകാര്യം ചെയ്ത്, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മം ഇതെല്ലാം കഴിഞ്ഞ ജന്മം കൊണ്ടെല്ലാം മനസ്സിലാക്കിയ ആളായിരിക്കും. അതല്ലെങ്കിൽ ഈ ജന്മം കൊണ്ട് ഇതൊക്കെ നടത്തിയ ആളായിരിക്കും. വെറുതെ ബോധോദയം വന്ന ആളല്ല. അപ്പം മനസ്സിലാക്കേണ്ട സന്യാസി എന്താണ്? എല്ലാ സംശയങ്ങളും, എന്ത് ചോദ്യത്തിന് ഉത്തരം കാണും അദ്ദേഹത്തിൻ്റെ കയ്യിൽ. അതുകൊണ്ട് സംശയങ്ങളെല്ലാം ദൂരീകരിച്ച ആളാണ് ത്യാഗി. 11ാമത്തെ ശ്ലോകം വായിക്കാം. നഹി ദേഹഭൃതാശക്യം തെക്തും കർമാണ്യശേഷത അസ്തു കർമ്മഫലത്യാഗി സത്യാഗിത്യാഭിധീയതേ. ദേഹത്തെ ധരിക്കുന്നവർക്ക് ഒരിക്കലും കർമ്മങ്ങളെ ഉപേക്ഷിക്കാനാവില്ല. ദേഹങ്ങളെ ധരിച്ചാൽ ഈ സന്യാസി ത്യാഗിക്ക് ദേഹം ഉണ്ടല്ലോ, എടുത്ത് കളയാൻ പറ്റൂ? പോകേണ്ട സമയത്തല്ലേ ഈ ത്യാഗിയായിരിക്കുന്ന ഈ സന്യാസിയുടെ ആ ദേഹത്തിൽ നിന്ന് അത് വിട്ടു പിരിഞ്ഞ് പോകുമ്പോൾ അതിന് സമയമെടുക്കും. അതുവരെ നമുക്ക് ദേഹം കൊണ്ട് നടന്നല്ലേ പറ്റൂ. ആവുന്നത്തോളം കാലം നടക്കണ്ടേ. അവിടെ ദേഹത്തെ ധരിക്കുന്നവർക്ക്, ദേഹം ഉള്ളവർക്ക് ഒരിക്കലും കർമ്മങ്ങളെ ഉപേക്ഷിക്കാനാവില്ല. കർമ്മങ്ങൾ ചെയ്യും. അന്നന്ന് നമുക്ക് തന്നെ എന്തൊക്കെ കർമ്മങ്ങളുണ്ട്? എന്തെങ്കിലും കൈ കിട്ടിയാൽ എടുത്ത് കുടിക്കണം. അപ്പോൾ കൈ കഴുകണം, അത് കർമ്മമല്ലേ. മുഖം കഴുകണം. ഇത് വേണമെങ്കിൽ ചെയ്യാൻ, വേണ്ടെങ്കിൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കൈ കഴുകിയെന്ന് വെച്ചിട്ട് ഈ യാതൊരു ചിന്തയില്ലാത്ത സർവ്വതും ആ ബ്രഹ്മമായി മാറിയ ആൾക്ക് കൈ കഴുകിയാലും ഒന്നുമില്ല, കഴുകിയില്ലേലും ഒന്നുമില്ല. ചിലപ്പോൾ കഴുകിയാലും ആയി. ചെയ്തില്ലെന്ന് പറഞ്ഞാൽ ആരും ചോദ്യം ചെയ്യാനും ചെയ്തില്ലെന്നും പറഞ്ഞു ചെയ്തെന്നും പറഞ്ഞു ഒന്നും അദ്ദേഹത്തിന് വിഷമവുമില്ല. എന്താ സന്യാസി നിങ്ങൾ മുഖം കഴുകാഞ്ഞേ? അവിടെയും ഒരു ചോദ്യോത്തരങ്ങളില്ല. അത് കേട്ടതുപോലെ തന്നെ, കേട്ടില്ല എന്നുപോലെ തന്നെയാണ്. അല്ലെങ്കിൽ അയ്യോ നന്നായി നിങ്ങളെ വിശ്രമിക്ക്, അല്ലെങ്കിൽ നിങ്ങളെ ഉഷ്ണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കാറ്റ് കൊള്ളുക, അല്ലെങ്കിൽ ഇതാ വിയർത്ത് അതിൻ്റെ ദുർഗന്ധം വരുന്നു, ഇതൊക്കെ പറഞ്ഞാലോ ഇങ്ങനെയുള്ള ആളിന് അതിലും അദ്ദേഹത്തിന് വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. അദ്ദേഹത്തിന് ബോധമില്ലല്ലോ, ശരീരബോധം ഇല്ലല്ലോ. ഇന്ദ്രിയങ്ങൾ മണക്കുന്ന മൂക്കൊണ്ട് മണക്കുന്ന സ്വഭാവം അദ്ദേഹത്തിന് ഇല്ല. ഇതൊക്കെ വധിച്ചു കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിന് എവിടെ നാറാനാ? അദ്ദേഹം മലത്തിൽ കിടന്ന് ഉറങ്ങിയാലും ഉറക്കം വരും.
അദ്ദേഹത്തിന് ദേഹബോധമില്ല. അത്രമാത്രം പരമാത്മാവായി ലയം പ്രാപിച്ച ആളാ. പരമാത്മന് എന്തെങ്കിലും ഉണ്ടോ? പരമാത്മ ചൈതന്യമായിരുന്ന ആ നിഷ്കള പരബ്ര വസ്തു ഈ ലോക പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന വസ്തുവാ. അവിടെ മലം കിടക്കുന്നു, മൂത്രം കിടക്കുന്ന, അല്ലെ ജഡം കിടക്കുന്ന, അഴുവി കിടക്കുന്നുള്ള എന്തെങ്കിലും ചിന്ത പരബ്രഹ്മത്തിലുണ്ടോ? പരബ്രഹ്മം ഇതിൽ കൂടെ തന്നെ നിറഞ്ഞു നിൽക്കുകയല്ലേ. അതുകൊണ്ട് ആ സ്ഥാനം എത്താത്തവരാണ് ഇവിടെ അത് ചെയ്തുകൂടാ, ഇത് ചെയ്തുകൂടാ, അത് ദോഷം, ഇത് ദോഷം, മത്സ്യം കൂട്ടിക്കൂടാ, പിന്നെ ഇത് ചെയ്തുകൂടാ എന്നൊക്കെ നമ്മൾ പറയുന്നത് അവിടെ എത്താത്തവരാണ്. അവർക്ക് ഇതൊക്കെ ചെയ്തു വേണം അവിടെ എത്താൻ. അതുപോലെ ഇതൊക്കെ വേണം. അല്ലെങ്കിൽ ഇത് എത്തിയ ആൾക്കാർക്കറിയാം നമ്മൾ അരി അടുപ്പിലിട്ട് പിന്നെ ചോറാക്കണമെങ്കിൽ കഞ്ഞി ആക്കണമെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിക്കണം. ആ വെള്ളം തിളപ്പിച്ച് കഴിയുമ്പോൾ തന്നെ അത് എത്രയോ ജീവാണുക്കൾ മരിക്കുന്നു. അതാര് കാണുന്നില്ല. കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. എന്നാൽ ജീവജാലങ്ങൾ മരിക്കുന്നില്ലേ? എത്രയോ അണുക്കളാ വെള്ളത്തിൽ. അതുപോലെ നമ്മൾ നടക്കുമ്പോൾ എത്ര അണുക്കളാ ചാവുന്നത് നമ്മൾ കാണുന്നില്ല. കാണാതെ അപ്പോൾ നമ്മൾ എപ്പോഴും പാപി തന്നെയല്ലേ? അപ്പോൾ നമുക്ക് എന്താ വേണ്ടേ? നമുക്ക് കണ്ണുകൊണ്ട് കാണുന്നതിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ച് ത്യാഗിയാവാൻ ശ്രമിക്കുക. ഈ ത്യാഗിയായി കഴിഞ്ഞാലോ, സന്യാസി ആയി കഴിഞ്ഞാലോ, ചത്തെന്നോ അല്ലെങ്കിൽ ജീവനുണ്ടെന്നോ കിട്ടുന്ന മാംസമാണെന്നോ മത്സ്യമാണെന്നോ ഒന്നും ചിന്തയില്ല. ദേഹബോധം ഇല്ലാത്ത ആളിന് എന്ത് ചിന്ത? അദ്ദേഹത്തിന് മത്സ്യക്കറി കിട്ടിയാലും കഴിക്കും. അപ്പോഴും മുമ്പിൽ എന്താ കണ്ടത്? അത് ഇന്നതാണെന്ന് ചോദിക്കേണ്ട കാര്യം അദ്ദേഹത്തിന് ഇല്ല. കാരണം അദ്ദേഹത്തിന് ഇന്ദ്രിയങ്ങൾ അടങ്ങിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സും അടങ്ങിയ ആളാണ്. മനസ്സ് എന്താണ് ഇത് കഴിക്കുന്ന രുചി വേണമെങ്കിൽ നാക്കിനെ രുചി ഉണ്ടാക്കണം. അത് ആ നാക്കിന് രുചിയെ, ആ രസനേന്ദ്രിയ അടങ്ങിയ ആളിന് എന്ത് രുചി? അത് എന്താണ് കഴിക്കുന്നത് നോക്കാൻ മനസ്സ് വേണം. മനസ്സ് അടങ്ങിപ്പോയി, വധിച്ചു കഴിഞ്ഞു. എന്ത് മനസ്സ്? അപ്പോൾ കൈ കിട്ടത് ചന്ദനമാണോ അതോ അത് ഈ മാലിന്യം വല്ലതും ആണോ? ഇതൊന്നും ശ്രദ്ധയില്ല. എല്ലാം വധിച്ച ആളാണ്. അതുകൊണ്ട് അങ്ങനൊരു വ്യക്തിക്ക് എന്ത് കർമ്മം? ഒരു കർമ്മവുമില്ല. എന്ത് പാപം? ഒരു പാപവുമില്ല. എന്ത് കർമ്മത്തിനും ഫലം ആഗ്രഹിക്കാതെ ത്യാഗിയാണ് അയാൾ. കർമ്മം ചെയ്യുന്നോ ചെയ്യുന്നില്ലയോ എന്നൊന്നും അയാൾക്ക് ചിന്തയും ഇല്ല. അവിടെ ഒരു പാപവും പുണ്യവും ഇല്ല, രണ്ടുമില്ല. അങ്ങനെ എത്തുന്ന ഒരാളിന് എന്ത് കഴിക്കുന്നു, എന്ത് മാംസമാണോ മദ്യമാണോ ഒന്നും അറിയേണ്ടതുമില്ല. അത് അങ്ങനെ എത്താത്തവർക്ക് ഇതൊക്കെ ഒരു പാപം ചെയ്തുകൂടാ. ഇതൊക്കെ ആദ്യ പടികളാണ്. അതുകൊണ്ടാണ് പരബ്രഹ്മത്തിലേക്ക് ആ നിർഗുണാവസ്ഥയിലും കഴിഞ്ഞ് പോകുന്നവർക്ക് ഇവിടെ ചെയ്യുന്നതൊന്നും ദോഷമാണെന്നോ അത് നന്മയാണെന്നോ ഒന്നും ഒരു തിരിച്ചറിവില്ലാത്തൊരവസ്ഥ. അത് എത്താത്തവരാണ് അത് ചെയ്തുകൂടാ, ഇത് ചെയ്തുകൂടാ എന്നൊക്കെ പറയുന്നത്. അതിന് താഴേക്കുള്ള അവസ്ഥയായിട്ടാണ്. നമുക്ക് ദേഹത്തെ ധരിക്കുന്നവർക്ക് ഒരിക്കലും കർമ്മങ്ങളെ ഉപേക്ഷിക്കാനാവില്ല. അപ്പം ദേഹം കിടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടത് ചെയ്യും. എന്നാൽ കർമ്മഫലത്തെ ത്യജിച്ചാൽ നമ്മൾ ചെയ്യും, കർമ്മങ്ങൾ ചെയ്യും. പക്ഷേ കർമ്മഫലത്തെ ത്യജിച്ചാൽ എന്ത് വരുന്നു? അവനാണ് ത്യാഗി. അതായത് ഇന്നിപ്പം ഇങ്ങനൊരു ത്യാഗിയാണെന്ന് പറഞ്ഞ് നടക്കും. ആവശ്യത്തിന് എന്തെങ്കിലും ജോലി ചെയ്യാൻ പോകും, ഫലം ചോദിക്കും. ഞാൻ ഇന്നത് ചെയ്യാൻ എനിക്ക് ഇത്ര കൂലി വേണം. അത് ത്യാഗിയാണോ? കർമ്മം ചെയ്യും, പക്ഷേ ഫലത്തിനെ ചിന്തിക്കേയില്ല. ഫലം ത്യജിച്ചവനാണ് ത്യാഗി. അദ്ദേഹം എന്തോ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു, കണ്ടത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഒരു ഫലത്തിനോ ഒരു ആഗ്രഹത്തിനോ അല്ല ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരു സന്യാസിയാണ് ത്യാഗി. അപ്പോൾ ത്യാഗം എന്ന് പറഞ്ഞാൽ ഒരു ഫലവും ത്യജിക്കുക, ഒരു ഫലത്തിനും വേണ്ടി അല്ല. എന്നാൽ ദേഹം ഉള്ളിടത്തോളം സമയം നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും കണ്ടത് ഇപ്പം എനിക്കൊരു ചായ കുടിക്കണം ഇപ്പം തോന്നിയാൽ ഞാനത് ഇട്ട് കുടിക്കും. അപ്പോൾ അതൊരു കർമ്മമല്ലേ? അത് നമുക്ക് അപ്പോഴപ്പോഴും തോന്നുന്നതാണ്. അതേസമയം ഇന്നലെ തോന്നി വെക്കരുത്, നാളെ എനിക്ക് ഇന്ന കറി വെച്ച് കൂട്ടണം, അത് ചെയ്യണം, ഇന്നലെ ആഗ്രഹിച്ചിരിക്കാൻ പാടില്ല. അപ്പോഴപ്പോഴും കണ്ടത് ചെയ്ത് അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ. അതുപോലെ അതാണ് ത്യാഗി. മാമുനികൾ അങ്ങനെയാണ്. അല്ല നേരത്തെ കുട്ടി ആഗ്രഹിച്ച് വെച്ചാൽ എന്ത് വരും? ഈ ആഗ്രഹം ഇന്നൊന്ന് നാളെ കണ്ട് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അത് ത്യാഗിക്ക് പറ്റിയതാണോ അത്? അതുകൊണ്ടാണ് ശരീരം ഉള്ളത് കൊണ്ട് എന്തെങ്കിലും കർമ്മങ്ങൾ അപ്പോഴപ്പോഴും ചെയ്യുന്നു എന്ന് മാത്രം, യാതൊരു ഫലത്തിനും അല്ല, വെറുതെ ചെയ്യുന്നു. എന്തെങ്കിലും കണ്ടത് അപ്പോഴപ്പോഴും അനത്തി കുടിക്കുകയോ വല്ലതും അല്ലരുടെ മുമ്പിൽ കൊണ്ട് കൊടുത്താൽ അതെടുത്ത് കഴിക്കുകയോ ഒക്കെ ചെയ്യുള്ളൂ. ആരെങ്കിലും കൊടുത്തില്ലെന്നും പറഞ്ഞ് അവരോട് വിരോധവുമില്ല, കൊടുത്തെന്നും പറഞ്ഞ് സന്തോഷവും വേണ്ട, രണ്ടുമില്ല. സമദൃഷ്ടിയാണ്. നന്മയിലും തിന്മയിലും ഒരേ അവസ്ഥ. നന്മ തിന്മ വേർതിരിക്കത്തില്ല. കാരണം എന്താണ്? പരമാത്മാവാ, പരബ്രഹ്മമാ. പരബ്രഹ്മത്തിന് നന്മ തിന്മ തിരിച്ചു കണ്ടോ? ഇന്നവൻ കൊള്ളില്ലെന്നോ ഇന്നവൻ കൊള്ളാമെന്നോ ഉള്ള എന്തെങ്കിലും വേറുകൃത്യം ഭഗവാൻ പരമേശ്വരനുണ്ടോ? ലോകപിതാവിന് അങ്ങനെ ഉണ്ടോ?
അതുകൊണ്ട് ആ ഒരു അവസ്ഥ എത്തിയൊരു വ്യക്തിക്കാണ് സന്യാസി, ത്യാഗി. അത് ആ പരമാത്മാവ് എന്താണ്, പരമാത്മാവിന് രൂപമില്ലാത്ത ഒരു കാര്യം മാത്രമേ ഇവിടെ വ്യത്യാസമുള്ളൂ. ഈ യോഗിക്ക് ശരീരം ഉണ്ടു എന്ന് മാത്രം, എന്നാൽ ശരീരബോധമില്ല. അത് പരമാത്മാവിൽ മാറിക്കഴിഞ്ഞ ഈ ശരീരത്തിലാണ് ഈ ബ്രഹ്മ ഇരിക്കുന്നുള്ള ചിന്തയൊന്നും ഈ യോഗിക്ക് ഇല്ല. കാരണം അത് എപ്പോഴെങ്കിലും ഉരിഞ്ഞു പോകണ്ടേ, അതുവരെ കൊണ്ടു നടക്കും. അപ്പോൾ അതിന് വിശപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരും കൊടുക്കുന്നെങ്കിൽ അത് അപ്പോഴും കഴിക്കുക. കൊടുത്തതെന്ന് പറഞ്ഞ സങ്കടവും ഇല്ല, കൊടുത്തെന്നും പറഞ്ഞ സന്തോഷവും ഇല്ല. ഇങ്ങനെ എത്തുന്ന ഒരാളാണ് ഇവിടെ ത്യാഗി എന്ന് പറയുന്നത്, സാത്വിക ത്യാഗി. നമുക്ക് 12ാമത്തെ ശ്ലോകം വായിക്കാം. അനിഷ്ടം ഇഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണാ ഫലം ഭവത്യാത്യാഗിനാം പ്രേത്യ നതു സന്യാസിനാം ക്വചിൽ. അതായത് കർമ്മഫലം 3 വിധത്തിലാണ്. അപ്പൊ കർമ്മത്തിന്റെ ഫലം 3 തരത്തിലാണ്. അതായത് ഒന്ന് അനിഷ്ടം, അല്ലെങ്കിൽ ഇഷ്ടം, അല്ലെങ്കിൽ അല്ല അനിഷ്ടവും ഇഷ്ടവും, ഇഷ്ടക്കേടും ഇഷ്ടവും. അപ്പൊ 2 എണ്ണമായി. പിന്നെയോ ഇത് 2ഉം കൂടെ ചേർന്നത്, അനിഷ്ടവും ഇഷ്ടവും കൂടെ ചേർന്നത്. അപ്പൊ ഇഷ്ടം എന്ന് നമ്മൾ പറഞ്ഞാല് അനിഷ്ടം 2ഉം കലർന്നതും കർമ്മഫലം 3 വിധത്തിലാണ്. ഇഷ്ടം അനിഷ്ടം 2ഉം കലർന്നത്. അപ്പം ഒന്ന് ഇഷ്ടം, ഒന്ന് അനിഷ്ടം, ഒന്ന് മൂന്നാമത്തെ എന്താണ്, 2ഉം കൂടെ ചേർന്ന്, അനിഷ്ടവും ഇഷ്ടവും കൂടെ ചേർന്നത്. എന്നാൽ ത്യാഗഹീനന്മാർക്ക് മരണശേഷവും ഇത് ലഭിക്കുമെന്ന് കരുതുന്നു. ഈ അനിഷ്ടമായാലും ഇഷ്ടമായാലും ഇത് 2ഉം കൂടെ ചേർന്നതായാലും ത്യാഗഹീനന്മാര്, അത് ത്യജിക്കാത്തവരുണ്ട്. ഇന്ന് ലോകത്തെ നമ്മളെല്ലാവരും ത്യജിച്ചവരാണോ? നമുക്ക് എന്ത് വരും? നമ്മൾ ത്യാഗികളല്ലാത്തവർക്ക് നമ്മൾ മരിച്ചു കഴിഞ്ഞാലും നമുക്കിതിൻ്റെ ഫലങ്ങൾക്ക് വേണ്ടി നമ്മൾ ജനിച്ചു വരേണ്ടി വരും. നമ്മൾ ത്യജിക്കുന്നില്ലാത്തതുകൊണ്ട്, ഒന്നും ത്യജിക്കുന്നില്ല. നമ്മളിങ്ങനെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന, ഫലം ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു, ഒന്നും ത്യജിക്കുന്നില്ല. ത്യാഗി അല്ല അവർ പിന്നെ അതിന് എന്ത് വരും? ഈ കർമ്മത്തിന്റെ ഫലത്തിന് വേണ്ടി നമ്മൾ ഇന്ന് ഇഷ്ടം ചെയ്താലും ഇഷ്ടക്കേട് ചെയ്താലും 2ഉം കൂടെ ചേർന്ന് ചെയ്താലും നമുക്ക് ത്യജിക്കാത്തത്തോളം കാലം നമ്മൾ വീണ്ടും ജനിച്ചും മരിച്ചും വന്നുകൊണ്ടേ ഇരിക്കണം. എന്നാലോ സന്യാസികൾക്ക് ഒരിടത്തും ഇവ അനുഭവിക്കേണ്ടതില്ല. എന്താ? സന്യാസികൾക്ക് അവർ ത്യാഗികളായതുകൊണ്ടാണ്. അവർക്ക് ആഗ്രഹമില്ല, കർമ്മങ്ങൾ ചെയ്യും, പക്ഷേ എല്ലാം ത്യജിച്ചവരാ. ത്യാഗം വെച്ചാൽ എന്താണ്? ഫലം ആഗ്രഹിക്കുന്നില്ല. കർമ്മം ചെയ്താൽ അതിന് ഇന്നത് കിട്ടും എന്ന് വിചാരിക്കുന്നുമില്ല, ആഗ്രഹിക്കുന്നുമില്ല. അതിനെ ത്യജിച്ച് കളയുന്നു. ത്യാഗമാണെന്ന് വെച്ചാൽ ത്യജിച്ച് കളയുന്നു. അതുകൊണ്ടാണ് സന്യാസിമാരായത് തന്നെ. അങ്ങനെ ത്യാഗികൾക്ക് ഒരിടത്തും അവർക്ക് ഈ ഫലത്തിന് വേണ്ടി ജനിച്ചു വരേണ്ട, ഒരിടത്തും അതിനു വേണ്ടി വരേണ്ടതില്ല, അവർക്ക് അനുഭവിക്കേണ്ടതില്ല. ത്യജിക്കാത്തൊരു സന്യാസി അല്ലല്ലോ, സാധാരണക്കാരാണല്ലോ. അവർക്ക് ഇന്നപോലെ ഇഷ്ടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിത് ചെയ്തത് പോരാന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടത്തോട് ചെയ്യുകയാണ്. പക്ഷെ എനിക്കിത് പോരാ, ചെയ്തത് മുഴുക്കുന്നില്ല, ഇനിയും ചെയ്യണം. ഇപ്പം ഇത് തന്നെ ആവട്ടെ, ഈ കർമ്മം തന്നെ ആകട്ടെ, ഈ ഗ്രന്ഥം വായന എനിക്കിത് ഇഷ്ടമാ എന്നും പറഞ്ഞ് ഞാൻ എന്നാ ചോദിക്കും, ഞാൻ ത്യാഗിയാണെങ്കിൽ എനിക്ക് ഇത് വരത്തില്ല. പക്ഷെ ഇത് ചെയ്തത് പോരാ, ഇന്നെനിക്ക് 10 കിട്ടി, നാളെയും കിട്ടും. എന്താ ഫലം? അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാനിവിടെ അടുത്തൊരു ജന്മം ഇപ്പൊ പോയാലും ജനിച്ചു വരണം, ഇതിന് വേണ്ടിയിട്ട് വരണം. അത് ഇഷ്ടമായാലും നല്ല കർമ്മമായാലും അഥവാ പന്നകർമ്മമായാലും എന്താണ്? ത്യാഗി അല്ലാത്തത് കൊണ്ടാണ്, സന്യാസി അല്ലാത്തത് കൊണ്ടാണ്. അതേസമയം ത്യാഗിയാണ്, എല്ലാത്തിനും ത്യജിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കർമ്മം വെറുതെ ചെയ്യുന്നു, ഒരു ഫലത്തിനും അല്ലാതെയാണ്. സത്യത്തിൽ അതാണ് ഇപ്പം എൻ്റെ അവസ്ഥ. ഞാൻ ആഗ്രഹിച്ചല്ല ചെയ്യുന്നത്, എനിക്ക് എന്നത് കിട്ടുമെന്നും പറഞ്ഞല്ല ചെയ്യുന്നത്, ഒന്നും കിട്ടുമെന്നും പറഞ്ഞല്ല, നന്മ ഒരാൾ പറയുമെന്നും പറഞ്ഞുമല്ല, ഫലം അല്ലാതെ വല്ല കാശ് കിട്ടുമെന്നും പറഞ്ഞല്ല, ഒന്നുമല്ല. അങ്ങനെ ത്യാഗിയായിട്ട് ഇത് ചെയ്യുവാണെങ്കിലോ ഒരിടത്തും ആ സന്യാസിക്ക് അനുഭവിക്കേണ്ടതില്ല, വരേണ്ടതില്ല, പുനർജന്മമില്ല, ഈ ജന്മത്തിലും അങ്ങനെ ഒരു ചിന്തയില്ല. കാരണം അവർക്ക് ആഗ്രഹമില്ല, ത്യജിച്ചാണ് പോയേക്കുന്നത് സന്യാസി. പിന്നെ കർമ്മം ചെയ്യുന്നത് എന്താണ്? ശരീരം ഉള്ളത് കൊണ്ടാണ്. ശരീരം വെടിയോളം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്ന് മാത്രം, ഒന്നിനും വേണ്ടി അല്ല ചെയ്യുന്നത്. അതുകൊണ്ട് ഇഷ്ടക്കേടായാലും ഇപ്പം ഞാനൊരു അധർമ്മം ചെയ്യുവാണ്, അത് എൻ്റെ ഇഷ്ടമായിട്ട് ഞാൻ ചെയ്യുക. സാധാരണക്കാരായ മനുഷ്യർ, സന്യാസി അല്ല. ഇപ്പം ഞാൻ ദുഷ്കർമ്മം ചെയ്തുകൊണ്ട് അതാണ് എൻ്റെ ഇഷ്ടം, അതെനിക്ക് ചെയ്ത് ദുഷ്കർമ്മമാണ്. ചിലരങ്ങനെ അല്ലയോ,
നല്ല കർമ്മവും ചള്ളുകർമ്മവും ചെയ്യില്ലേ? അപ്പോൾ ആ ദുഷ്കർമ്മത്തെ അടിക്കുന്നു, അല്ലെങ്കിൽ മറ്റൊന്നും ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കോഴിയെ കൊല്ലുന്നു, ദുഷ്കർമ്മമല്ലേ? എനിക്ക് ഇനി ആ കർമ്മം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് അയാൾ മരിക്കുന്നതെങ്കിൽ അയാൾ ആ കർമ്മം ചെയ്യാൻ വേണ്ടി വീണ്ടും ജനിച്ച് വന്നേ പറ്റൂ. ആഗ്രഹം കിടക്കാണ്. അത് അധർമ്മമാണെങ്കിൽ പോലും അയാൾക്ക് അതാണ് ഇഷ്ടം. എനിക്ക് എന്നും കോഴിയെ കൊല്ലണം, തിന്നണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൃത്തികെട്ട അധർമ്മം ചെയ്യണം, അതാണ് ഇഷ്ടക്കേട്. ഇഷ്ടം എന്താണ്? ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങളായാലും ഭഗവത് പാരായണങ്ങളായാലും ഞാനിന്ന് ഭാഗവത വായനയ്ക്ക് പോകും, എനിക്കിന്ന് 1000 രൂപ കിട്ടും, നാളെ എനിക്ക് കിട്ടണം എന്ന് ചിന്തിക്കും. പക്ഷെ കർമ്മം നല്ലതാ, പക്ഷെ ത്യാഗിയല്ല, സന്യാസിയല്ല. അതുകൊണ്ട് എന്ത് വരും? ഇതിനു വേണ്ടി അടുത്ത ജന്മം ജനിക്കും. എന്തിനാ? കിട്ടും, ഫലം കിട്ടും. അപ്പം ജനിച്ചല്ലേ കിട്ടും. ആഗ്രഹം കിടക്കുന്നു. എന്നാൽ ഒരു സന്യാസിക്ക് ആഗ്രഹമില്ല, ത്യാഗിയാണ്, ത്യജിച്ചവനാണ്. യാതൊരു ഫലത്തിനും വേണ്ടി അല്ല ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഒരിടത്തും ഇതിനു വേണ്ടി വരേണ്ടതില്ല, അടുത്ത ജന്മമില്ല. അതായത് ഇതിനു വേണ്ടി ആഗ്രഹം കിടന്നാലല്ലേ ഈ ജന്മത്തായാലും അതിൻ്റെ ആവശ്യമുള്ളൂ. ഫലം ആഗ്രഹിക്കുന്നില്ലല്ലേ? ആഗ്രഹം ഇപ്പം അല്പമെങ്കിലും ആഗ്രഹം ഉണ്ടാൽ എന്ത് വരും? ഇതിപ്പോൾ ഈ പാരായണം നടത്തുമ്പോൾ ഞാൻ കാശ് കൂലി മേടിക്കും, എല്ലാം ത്യജിച്ച ആളാണ് ചിലപ്പോൾ കർമ്മത്തിൻ്റെ എനിക്ക് ഇന്ന് ഇച്ചിരി കിട്ടിയാൽ കൊള്ളാം എന്ന് ചിന്തിച്ചാൽ പോയി. അങ്ങനെ ചിന്തിക്കുന്നവരും പലരും കാണും. എത്രയും അങ്ങേയറ്റം എത്തിയവർക്കും താഴേക്ക് വരുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ വന്നുകൂടാ. അത്ര നാൾ കഷ്ടപ്പെട്ടതിൻ്റെ ഫലമൊക്കെ പോവില്ലേ? പിന്നെയും ജനിക്കേണ്ടി വരത്തില്ലേ? അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചിന്തിക്കണം, ഒരിക്കലും കടന്ന് കയറ്റത്തി കയറിയ ആൾ താഴേക്ക് വന്നുകൂടാന്ന് ചിന്തിക്കണം. എപ്പോഴും നമുക്ക് പ്രാർത്ഥന എന്താണ്? ഈ എത്രത്തോളം നമ്മൾ പടിപടിയായിട്ട് ഉയരുന്ന് അതിലേക്ക് നയിച്ച് ആ ത്യാഗി ആകണം. നമ്മൾ എല്ലാത്തിനും വിരമിക്കണം, എല്ലാം ത്യജിക്കണം, ഇന്ദ്രിയങ്ങളെല്ലാം യോഗാഗ്നിയിൽ വധിക്കണം, മനസ്സിനെയും ഇന്ദ്രിയത്തിനെയും വധിച്ച് തന്നെ കഴിയണം. അതാണ് ഒരു ത്യാഗി. അപ്പം ഒന്നിലും ആഗ്രഹം ഉണ്ടാവില്ല. കാരണം കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആഗ്രഹം വരുന്ന വികാരങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങളല്ലേ, അത് വേണം ഇതുകൊണ്ട് ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ത്യാഗി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്നതിനാണ് ത്യാഗം. അദ്ദേഹത്തിന് ഇനി ഒരു ജന്മം ഉണ്ടാവില്ല, ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ്. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും എല്ലാം വധിച്ച് ബ്രഹ്മമായി മാറിയ ഒരാളാണ്. പരമാത്മാവിന് വികാരങ്ങളില്ലാത്ത എന്താ? ശരീരമില്ല, അതുകൊണ്ട് വികാരമില്ല. നന്മ തിന്മകൾ വേർതിരിക്കത്തില്ല. എല്ലാ ജീവജാലങ്ങളും അവിടെ ദുഷ്ടനായാലും നല്ലവനായാലും പക്ഷി മൃഗങ്ങൾ സർവ്വതും ആ പരബ്രഹ്മത്തിൻ്റെ ആ ആത്മചൈതന്യത്തിൽ തന്നെയാണ് സർവ്വതും. ആ പരമാത്മാ ചൈതന്യം വെച്ചാൽ ആ അംശമാണ് എല്ലാവരും. അതുകൊണ്ട് എല്ലാവരെയും പരമാത്മാവ് ഒരേ ദൃഷ്ടി തന്നെയാണ്. ആ സമദൃഷ്ടി, സമചിത്തത, അതാണ് നമ്മൾ. അങ്ങനെ ആകണം ഒരു ബ്രഹ്മജ്ഞാനി. ആ ബ്രഹ്മത്തെ അറിഞ്ഞവൻ, ബോധോ ഉദയം, ബോധം ഉണർന്നവൻ. അതാണ് ഇവിടെ പറയുന്നത് മോക്ഷ സന്യാസ യോഗം. അപ്പം അങ്ങനെ യോഗിയാകണം. അതാണ് ത്യാഗി, സന്യാസി. നമുക്ക് ഇത്രയും ഇന്നിവിടെ മനുതി. നമുക്ക് അടുത്ത പ്രാവശ്യം ബാക്കി വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.